ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ പീസും വൈറ്റ് പീസും ചേർത്ത് നമുക്കൊരു പരിപ്പ് വട ഉണ്ടാക്കി നോക്കാം. എന്നാൽ സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. പരിപ്പ് വട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ വലിയ ഉള്ളിയും 3-4 ചെറിയ ഉള്ളിയും, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം, പിന്നെ 2-3 തണ്ട് കറിവേപ്പില, ഒരു 6 വറ്റൽ മുളക്. മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാണ് എടുക്കുക. ഇവിടെ ഒരു 3/4 കിലോ പോലെ ഗ്രീൻ പീസും വൈറ്റ് പീസും ആണ് പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഈ സാധനങ്ങളെല്ലാം നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. നല്ലോണം അരയണ്ട. ഇതെല്ലാം നമുക്ക് അരച്ച് ഒന്ന് ഒതുക്കിയെടുത്ത് വരാം. ഈ ഒരു രീതിക്കാണ് അരയേണ്ടത്. ഈ വൈറ്റ് പീസും ഗ്രീൻ പീസും നമുക്ക് അരച്ചെടുക്കാം. നല്ലോണം അരയണമെന്നില്ല. ഈ ഒരു രീതിക്കാണ് അരച്ചെടുക്കേണ്ടത്. അധികം അരയും ചെയ്യരുത്, തരിതരിപ്പായിട്ട് ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അതൊക്കെ ഇതിനകത്തേക്ക് ഇടാം. അതിൻ്റെ കൂടെ ഉപ്പ് ആവശ്യത്തിന്. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. എല്ലാം കൂടി മിക്സ് ചെയ്യാം. നന്നായി കുഴച്ചതിന് ശേഷം ഉപ്പുണ്ടോ നോക്കുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം ഉണ്ടാക്കാനായിട്ട്. കടായി ചൂടായി. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ ഒരു രീതിയിൽ എണ്ണയിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ ബ്രൗൺ നിറമാകുമ്പോൾ കോരി മാറ്റാം. ഇനി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ക്രിസ്പിയായ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക്, അടിപൊളി സ്നാക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യണം.